ന്യൂസ് ടെൻസ് ആദ്യം പോകുന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിലെ തന്നെ ചരിത്രപരമായ ഒരു നീക്കം. അതിന് NDA സർക്കാർ നേരത്തെ തന്നെ നടപടികൾ ആരംഭിച്ചിരുന്നു. അതാണ് വനിതാ സംവരണ ബിൽ എന്നത്. അതായത് നമ്മുടെ ജനപ്രതിനിധി സഭകളിൽ 33% വനിതകൾക്ക് സംവരണം ഉറപ്പാക്കുക എന്നതാണ്. പ്രത്യേകിച്ച് ലോക്സഭയിലെ അംഗബലത്തിൽ 1/3 വനിതകളിലേക്ക് എത്തിക്കുന്നതിനുള്ള നടപടികൾ ആണ് ആരംഭിച്ചത്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വനിതാ സംവരണം നടപ്പിലാക്കുന്നതിനായി മണ്ഡല പുനർനിർണയത്തിനായുള്ള 131ാം ഭരണഘടനാ ഭേദഗതി ബിൽ ആണ് ഇന്ന് ലോക്സഭയിലേക്ക് എത്തിക്കുന്നത്. വനിതാ സംവരണത്തിനായി സീറ്റുകൾ വർദ്ധിപ്പിക്കുന്ന പുതിയ ഫോർമുല സംബന്ധിച്ച് ഒരു പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷായോ ഇന്ന് പാർലമെന്റിൽ വിശദീകരിച്ചേക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ ഓരോ സംസ്ഥാനത്തുമുള്ള ആകെ മണ്ഡലങ്ങളിൽ 50% വർധന വരുത്തുക എന്ന നിർദ്ദേശം ആയിരിക്കും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുക എന്നതാണ് സൂചന. 2011 കാനേഷുമാരിയുടെ അടിസ്ഥാനത്തിൽ മണ്ഡല പുനർനിർണയം എന്നതായിരുന്നു ഇതുവരെ സ്വീകരിച്ചിരുന്ന നടപടി. എന്നാൽ അങ്ങനെ മണ്ഡല പുനർനിർമ്മാണം അല്ലെങ്കിൽ പുനരേകീകരണം നടത്തുകയാണെങ്കിൽ കേരളമടക്കം ജനസംഖ്യാ നിയന്ത്രണം നടപ്പിലാക്കിയിട്ടുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പാർലമെന്ററി പ്രാതിനിധ്യം എന്നത് വളരെ കുറയുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത്. ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധം ആണ് ഇന്ത്യ മുന്നണി ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് 11 മണിക്ക് പാർലമെന്റ് നടപടികൾ ആരംഭിക്കുമ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നത് തന്നെയാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ആദ്യം ന്യൂസ് ടെൻസ് കടക്കുന്നത്. നാഷണൽ ഡെസ്കിൽ നിന്ന് രഞ്ജിത്ത് രാമചന്ദ്രൻ ആണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. രഞ്ജിത്ത്, ബില്ലിനെ എതിർക്കും എന്ന് നേരത്തെ തന്നെ ഇന്ത്യ സഖ്യം തീരുമാനിച്ചു കഴിഞ്ഞതാണ്. ഇത് തന്ത്രത്തിൽ അധികാരത്തിൽ തുടരുവാനുള്ള BJPയുടെ നീക്കമാണ് എന്നതാണല്ലോ വിമർശനം. ഇന്ന് സഭാ നടപടികൾ ആരംഭിക്കുമ്പോൾ തന്നെ അത്തരത്തിലുള്ള ഒരു പ്രതിഷേധമാണോ പ്രതീക്ഷിക്കേണ്ടത്? അഭിലാഷ്, നമുക്കറിയാം BJP സർക്കാർ, നരേന്ദ്രമോദി സർക്കാർ കഴിഞ്ഞ 2 ടേമുകളായി കൊണ്ടുവരുന്ന പല പരിഷ്കാരങ്ങളും അക്ഷരാർത്ഥത്തിൽ പ്രതിപക്ഷത്തെ വലിയ തോതിൽ വെട്ടിലാക്കുന്നതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. പല കാര്യങ്ങൾക്കും എതിർപ്പ് ആദ്യഘട്ടത്തിൽ പ്രകടിപ്പിക്കുമെങ്കിലും പിന്നീട് ജനഹിതവും മറ്റും മാനിച്ച് ഒപ്പം നിൽക്കുകയോ അല്ലെങ്കിൽ എതിർപ്പ് പിൻവലിക്കുകയോ ചെയ്യേണ്ട പശ്ചാത്തലമൊക്കെ പ്രതിപക്ഷ കക്ഷികൾക്ക് ഉണ്ടായ സാഹചര്യമുണ്ട്. സമാനമായി തന്നെയാണ് ഈ വനിതാ സംവരണ ബിൽ എന്നതിലൂടെ BJP ലക്ഷ്യം വെക്കുന്നത്. പ്രതിപക്ഷം ശരിക്കും വെട്ടിലായ ഒരു മട്ടുണ്ട്. കാരണം വനിതാ സംവരണത്തെ എതിർക്കാൻ സാധിക്കില്ല ഒരു കാരണവശാലും. അത് നമ്മുടെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഒന്നാണ്. അത് മാത്രമല്ല, കാലങ്ങളായി എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആവശ്യപ്പെടുന്ന ഒന്നാണ്. വനിതാ സംഘടനകളുടെ വലിയ ആവശ്യമാണ്. അത് പ്രാവർത്തികമാക്കുമ്പോൾ അതിനെ മറ്റൊരു തരത്തിൽ പ്രതിപക്ഷത്തെ അല്ലെങ്കിൽ ഇന്ത്യയുടെ ഭരണ ചരിത്രത്തെ, ഭാവിയെ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലേക്ക് നീക്കാനുള്ളൊരു കാര്യം കൂടി BJP സർക്കാർ മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതനുസരിച്ച് ഏതാണ്ട് 850 ലോക്സഭയിൽ സീറ്റുകൾ വർദ്ധിക്കുന്ന പശ്ചാത്തലമുണ്ടാകും. സ്വാഭാവികമായും അത് കൂടുതലും ഉണ്ടാവുക ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം BJPക്ക് വേരുള്ളതെല്ലാം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളാണ്. അവിടെ MP-മാരുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ സ്വാഭാവികമായും വലിയൊരു അപകടം പ്രതിപക്ഷം അവിടെ മണക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ ഒരു എതിർപ്പ്, അതായത് നിലവിലുള്ള, ഇന്നലെ നമ്മൾ മുസ്ലിം ലീഗിന്റെ നേതാക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ, കോൺഗ്രസ് നേതാക്കളോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞു വെക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിലവിലുള്ള ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം, ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം അതേപോലെ നിലനിർത്തിക്കൊണ്ട് വനിതാ സംവരണം ആയിക്കൂടെ എന്ന ചോദ്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വെക്കുകയും പുതിയ രീതിയോട് അവർ എതിർപ്പ് പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലം ഒരുങ്ങുകയാണ്. അല്പം മുമ്പാണ് പ്രതിപക്ഷ കക്ഷികളുടെ യോഗം പാർലമെന്റിൽ വളപ്പിൽ ചേരുകയും മറ്റും ചെയ്ത് അവർ ഏതായാലും തീരുമാനിച്ചിരിക്കുന്നത് തുടക്കം മുതൽ തന്നെ ഈ ബില്ലിനെ എതിർക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഇന്ന് ലോക്സഭയിൽ, ഇന്നും നാളെയും മറ്റുമായി ലോക്സഭയിൽ 18 മണിക്കൂർ നീണ്ട ചർച്ച ബില്ലിന്മേൽ ഉണ്ടാകും എന്നുള്ള പ്രധാനപ്പെട്ട വിവരം കൂടിയാണ് പുറത്തു വരുന്നത്. ഈ ചർച്ചയിൽ ഉടനീളം ബഹളമയമായിരിക്കും സാഹചര്യം എന്ന കാര്യത്തിൽ സംശയമില്ല. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. രാജ്യസഭയിൽ തുടർന്ന് 16 മണിക്കൂർ ചർച്ചയുണ്ടാകും. ഇവിടെയും ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. ഇതിൽ ഈ അപകടം മണക്കുന്നത് മണ്ഡല പുനർനിർണയ ബിൽ പ്രകാരം ലോക്സഭയിൽ സീറ്റെണ്ണം 543 നിന്ന് 850 വർദ്ധിക്കുകയാണ്. ഒപ്പം കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ 20 നിന്ന് 35 കാര്യങ്ങൾ മാറുന്ന പശ്ചാത്തലം ഒരുങ്ങുകയാണ്. ഇതൊക്കെ നമ്മുടെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ ഒരു തരത്തിലും പരിഗണിക്കാതെ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പ്രതിപക്ഷം ഇതിനെ വീക്ഷിക്കുന്നത്. കാരണം
ഇവിടെ ജനസംഖ്യാനുപാതികമായി സീറ്റുകളുടെ കാര്യമായ വർധനവ് 2011 കാനേഷ് കുമാരി പ്രകാരം ഉണ്ടാകാനുള്ള പശ്ചാത്തലം കുറവാണ്. കാരണം ജനസംഖ്യാ നിയന്ത്രണമടക്കം ഫലപ്രദമായി നടപ്പിലാക്കി മുന്നോട്ട് വന്ന സംസ്ഥാനങ്ങളാണ് കേരളം പോലെയുള്ള സംസ്ഥാനങ്ങൾ. അതുകൊണ്ട് തന്നെ കേരള മുഖ്യമന്ത്രി, തമിഴ്നാട് മുഖ്യമന്ത്രി, ഒപ്പം തെലങ്കാന മുഖ്യമന്ത്രി എന്നിവർ ഇപ്പോൾ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വലിയ എതിർപ്പ് അറിയിച്ച പശ്ചാത്തലം കൂടിയുണ്ട്. ഇതിനിടയിൽ വരുന്ന അതിൽ രഞ്ജിത്ത്, തീർച്ചയായും ആ എതിർപ്പ് അറിയിക്കുമ്പോൾ തന്നെ അവർ കൃത്യമായി പറയുന്നത് വനിതാ സംവരണത്തിന് എതിരല്ല തങ്ങൾ, മറിച്ച് ഇപ്പോഴുള്ള അംഗബലം, അതായത് 543 എന്ന ആ അംഗബലമുണ്ടല്ലോ, അതിൽ നിങ്ങൾ 33% വനിതാ സംവരണം നടപ്പിലാക്കും, അപ്പോൾ എല്ലാ പിന്തുണയും നൽകും എന്നതാണല്ലോ പ്രതിപക്ഷത്തിന്റെ നിലപാട്. തീർച്ചയായും അതാണ് ആദ്യം മുതൽ തന്നെ ഇവർ സ്വീകരിക്കുന്ന നിലപാട്. ഇന്നിപ്പോൾ മല്ലികാർജ്ജുന ഖാർഗെയുമായി അല്പം മുമ്പ് സംസാരിച്ചപ്പോൾ, മാധ്യമങ്ങൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറഞ്ഞു, ഞങ്ങളെല്ലാവരും വനിതാ സംവരണ ബില്ലിനെ അനുകൂലിക്കുന്നവരാണ്. പക്ഷേ ആ ബില്ല് കൊണ്ടുവരുന്ന രീതിയിലാണ് ഞങ്ങൾക്ക് സംശയമുള്ളത്. അത് സ്വാഭാവികമായ ഒരു സംശയം തന്നെയാണ്. പ്രതിപക്ഷ പാർട്ടികളെ അടിച്ചമർത്താനുള്ള നീക്കമാണ് ഇത് എന്ന് അദ്ദേഹം പറയുന്നു. മണ്ഡല പുനർനിർണ്ണയ പ്രക്രിയയിൽ ഞങ്ങൾക്ക് ആശങ്കയുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന പശ്ചാത്തലമുണ്ട്. കേന്ദ്രം ചില തന്ത്രങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വെക്കുകയാണ് എന്ന് പറയുന്നു. ഇതിനെതിരെ എല്ലാ പാർട്ടികളും ഒറ്റക്കെട്ടായി പോരാടണം എന്നാണ് ഇപ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെ പറയുന്നത്. അതായത് വനിതാ സംവരണത്തെ ഞങ്ങൾ എതിർക്കുന്നില്ല എന്ന് പറയുന്നു, പക്ഷെ കേന്ദ്രം അത് നടപ്പാക്കാൻ പോകുന്ന രീതി എതിർക്കുമെന്ന് പറയുമ്പോൾ ശരിക്കും വെട്ടിലായിരിക്കുന്നത് പ്രതിപക്ഷം തന്നെയാണ്, സംശയമില്ല. ഒരു ദീർഘകാലാടിസ്ഥാനത്തിൽ കൃത്യമായ പ്ലാനോടുകൂടി BJPയെ അധികാരത്തിൽ സ്ഥിരമായി ഇരുത്തുക എന്നുള്ള പദ്ധതി ഇതിന് പിറകെ ഉണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. രാഷ്ട്രീയ നിരീക്ഷകർ അങ്ങനെ കാണുന്നുമുണ്ട്. സ്വാഭാവികമായും ആത്യന്തികമായി ഇതിന്റെ ഗുണം ലഭിക്കുക BJPക്ക് തന്നെ ആയിരിക്കും എന്ന കാര്യത്തിലും സംശയമില്ല. നേരത്തെ പറഞ്ഞാൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സീറ്റെണ്ണം ക്രമാനുഗതമായി വർദ്ധിക്കുമ്പോൾ അതിന്റെ ഗുണഭോക്താക്കളാവുക BJP ആയിരിക്കും. ഒപ്പം സംസ്ഥാന നിയമസഭകളിലെയും സീറ്റെണ്ണം വർദ്ധിക്കുകയാണ്. കേരളത്തിലൊക്കെ അതിൻ്റെ കണക്കായി പുറത്തു വരുന്നത് 140 നിന്ന് 210 വരും. അതിന് ഭരണപക്ഷം പറയുന്ന ഒരു പ്രധാന കാര്യം ജനസംഖ്യാനുപാതികമായി മാത്രമല്ല 50% വർധനവ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന് ഒരു ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരിക എന്നുള്ളതാണ്. ഭരണഘടനാ ഭേദഗതി എല്ലാ സംസ്ഥാനങ്ങൾക്കും ആവശ്യമായി വരില്ല. കാരണം ഭരണഘടന അനുസരിച്ച് ഒരു സംസ്ഥാനത്തിന്റെ സീറ്റെണ്ണം 500 വരെ ആകാം എന്നുള്ളൊരു കണക്കുണ്ട്. പക്ഷേ UPക്ക് ഇതുമായി ബന്ധപ്പെട്ട് UP സംസ്ഥാനത്തിൽ ഇപ്പോൾ തന്നെ 472 ഉണ്ട്. അത് അവിടെ വർധനവ് വേണമെങ്കിൽ ഒരുപക്ഷെ ഒരു ഭരണഘടനാ ഭേദഗതിയൊക്കെ വേണ്ടി വന്നേക്കാം എന്നാണ് നമുക്ക്. തീർച്ചയായും അതാണ്. അതായത് ഇപ്പോൾ അവതരിപ്പിക്കപ്പെടുന്ന ഈ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട ബില്ലിൽ വ്യക്തതക്കുറവുണ്ട് എന്നതുകൂടിയാണ് പ്രതിപക്ഷം പറഞ്ഞു വെക്കുന്നത്. ആ നിലയിലാണ് ഇന്ത്യ സഖ്യം ഇതിനെ എതിർക്കുകയും ചെയ്യുന്നത്. നിലവിലെ അംഗബലം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 3-2 ഭൂരിപക്ഷത്തോടു കൂടി ഈ ബിൽ പാസ്സാക്കണമെങ്കിൽ പ്രതിപക്ഷത്ത് നിന്ന് കൃത്യമായി പിന്തുണ ഈ ബില്ലിന് ലഭിക്കേണ്ടതുണ്ട് എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ബില്ലിന്മേൽ ഇനി എന്ത് നിലപാടായിരിക്കും പ്രതിപക്ഷം സ്വീകരിക്കാൻ പോകുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. 11 മണിയോട് കൂടിയാണ് ഈ ബിൽ പരിഗണനയിലേക്ക് വരാൻ പോകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.